ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയിലെ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ടുള്ള ഫെഡറൽ ബാങ്കിലേക്കാണ് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 30/12/2025 മുതൽ 8/1/2026 വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഡേറ്റ് വരുന്നത് February 1, 2026 ആണ്. 10ാം ക്ലാസ് വിജയമോ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രി പാസ്സായവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവർക്കാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതായത് കാൻഡിഡേറ്റ് 1/12/2005 1/12/2007 ഇടയിൽ ജനിച്ച ആളായിരിക്കണം. ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചുകളിൽ മുൻപ് ടെമ്പററി പോസ്റ്റിൽ വർക്ക് ചെയ്ത ആളുകൾക്കും SC/ST കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കും 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. വേക്കൻസി ഉള്ള ബ്രാഞ്ചുകളുടെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാഞ്ചുകളിൽ നിന്നും 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിന് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ഉള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇനി പോസ്റ്റിലേക്ക് വരുന്ന സാലറി സ്കെയിൽ പരിശോധിക്കാം. 19,500 രൂപ മുതൽ 37,815 രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റിന് നാഷണൽ പെൻഷൻ സ്കീം, ഗ്രാറ്റുവിറ്റി, ലോൺ കൺസെഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് തുടക്കത്തിലെ 6 മാസം പ്രൊബേഷൻ പീരീഡായിട്ട് കണക്കാക്കുന്നതാണ്. സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പേഴ്സണൽ ഇൻ്റർവ്യൂവും നടത്തിയാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഇന്ത്യയിലുടനീളം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിൽ എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് സെൻറ്ററുകൾ ഉണ്ടായിരിക്കുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരിക്കും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഡോക്യുമെൻറ്റ് സബ്മിഷനും വെരിഫിക്കേഷനും കഴിഞ്ഞിട്ടാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ആദ്യം മൊബൈൽ നമ്പറും ഇമെയിൽ ID വെച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നു. ജനറൽ കാൻഡിഡേറ്റിന് 500 രൂപയും SC/ST കാൻഡിഡേറ്റിന് 100 രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ. ഓൺലൈനായി തന്നെയാണ് ഫീ പേയ്മെൻറ്റും ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ്. February 1 നടക്കുന്ന ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്കുള്ള അഡ്മിറ്റ് കാർഡ്സ് 23/1/2026 രജിസ്റ്റേർഡ് മെയിൽ ID വഴി ലഭിക്കുന്നതായിരിക്കും. എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. നിരവധി ബ്രാഞ്ചുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ മാംഗംകുഴി, എറണാകുളം ജില്ലയിൽ എറണാകുളം ബൈപ്പാസ്, എറണാകുളം കത്രക്കടവ്, മറൈൻ ഡ്രൈവ്, ഹെഡ് ഓഫീസ് ആലുവ, കാലടി, മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലും, ഇടുക്കി ജില്ലയിൽ തൊടുപുഴ, വഴിത്തല തുടങ്ങിയ സ്ഥലങ്ങളിലും, കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ, പാനൂർ, തലശ്ശേരി തുടങ്ങിയിടങ്ങളിലും ഒഴിവുകളുണ്ട്. കൊല്ലം ജില്ലയിൽ ഇലമ്പൽ, കടയ്ക്കൽ, പൊലയത്തോട്, ഓയൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും, കോട്ടയം ജില്ലയിൽ കറൻസി ചെസ്റ്റ്, തുരുത്തി, കാഞ്ഞിരപ്പള്ളി, കഞ്ഞിക്കുഴി, കുറവിലങ്ങാട്, LCRD കോട്ടയം ഡിവിഷൻ, മുണ്ടക്കയം, പൈപ്പാട്, പാമ്പാടി, പെരുന്ന തുടങ്ങിയ സ്ഥലങ്ങളിലും, കോഴിക്കോട് ജില്ലയിൽ ചെറുവന്നൂർ, കോഴിക്കോട് ക്രെഡിറ്റ് ഹബ്, വടകര തുടങ്ങിയിടങ്ങളിലും ഒഴിവുകളുണ്ട്. മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം, ചേളാരി, എടക്കര തുടങ്ങിയിടങ്ങളിലും, പാലക്കാട് ഒറ്റപ്പാലം ബ്രാഞ്ചിലും, തിരുവനന്തപുരം ആറ്റിങ്ങൽ, കിളിമാനൂർ, മുട്ടട, പോങ്ങുമൂട്, തിരുവനന്തപുരം ക്രെഡിറ്റ് ഹബ്ബ്, വക്കം തുടങ്ങിയിടങ്ങളിലും, തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി നോർത്ത്, കല്ലേറ്റുംകര, കൊടുങ്ങല്ലൂർ, ST നഗർ, തൃപ്രയാർ തുടങ്ങിയിടങ്ങളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും ബ്രാഞ്ചുകളിലാണ് ഒഴിവുകളുള്ളത്. ഈ ബ്രാഞ്ചുകളിലേക്ക് അപേക്ഷിക്കുന്നവർ അതാത് ബ്രാഞ്ചിൻ്റെ 20 കിലോമീറ്റർ റേഡിയസിലുള്ള ആളായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള, ഡിഗ്രി യോഗ്യത ഇല്ലാത്ത ആളുകൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഫെഡറൽ ബാങ്കിൽ സ്ഥിരജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ള എല്ലാവരും ഉപയോഗിക്കുമെന്ന് കരുതുന്നു. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.